വരികയും ചെയ്തു. അപ്പോ മണ്ണാർക്കാട് സംവാദവുമായി ബന്ധപ്പെടുത്തിയുള്ള ദുഷ്പ്രചാരണമാണ് യഥാർത്ഥത്തിൽ വഹാബികൾ നടത്താറുള്ളത്. ഇതിന് സാഹചര്യമൊരുങ്ങിയ ഒരു സന്ദർഭമുണ്ട്, അതുകൂടി പറയണം. നമ്മുടെ സൗദി അറേബ്യയിൽ വെച്ച് ഒരു 2-2.5 വർഷം മുമ്പ് ഞാനൊരു കാറപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റി. പ്രവർത്തകർക്കൊക്കെ അറിയാം, സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറെ കാലം, ഒരു 5-6 മാസക്കാലം ആശുപത്രിയിലും വീട്ടിലുമൊക്കെ ആയിട്ട് ചികിത്സയിലായി. അന്ന് ഡോക്ടറുടെ ഒരു വിലക്കുണ്ടായിരുന്നു. ഒരു പ്രസംഗമാവുമ്പോൾ ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ ഒരേ നൃത്തം നിന്ന് നമ്മൾ പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നറിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിലക്കി, ഒരു 2 വർഷത്തേക്ക് നിങ്ങൾ പൊതു സ്റ്റേജിൽ പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നിങ്ങളുടെ കാലിന് വീണ്ടും പ്രശ്നമാകും, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഒരു സർജറി കഴിഞ്ഞതാണ്, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ ഒരു ഡോക്ടർ പറയുമ്പോൾ അത് ഞാൻ മുഖവിലക്കെടുക്കണമല്ലോ എന്ന് മനസ്സിലാക്കി പൊതുപരിപാടികളിലേക്ക് എല്ലാ ദിവസവും 1-2 സ്റ്റേജിൽ പോയിരുന്നതിൽ നിന്ന് കുറച്ചൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്. അതെന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ 2 വർഷത്തെ കാലാവധി കഴിഞ്ഞു. ഇനി ഈ മൗലവിമാരുടെ ദുഷ്പ്രചാരണവും അതുപോലെ തന്നെ ഇവരുടെ ഈ ദുഷ്പ്രചാരണമല്ലാതെ, കളവല്ലാതെ ഈ വഹാബിസത്തിന്റെ നേതൃത്വത്തിൽ മതപ്രബോധനം എന്ന രൂപത്തിൽ നമ്മൾ കേൾക്കാറില്ല. കേട്ടത് മുഴുവൻ കളവ്, മടുപ്പിക്കുന്ന കളവ്. ഇവിടെ ഒരുപക്ഷെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങൾ കേട്ടവരാണ് നിങ്ങൾ. എന്ത് മനസ്സിലായി സുഹൃത്തുക്കളെ? ഒരു ദിവസം നമ്മൾ വിഷയം അവതരിപ്പിച്ചു പോകും, കാര്യങ്ങളൊക്കെ പറയും. അടുത്ത ദിവസം മൗലവിമാർ വരും, മൗലവിമാർ വേറെന്തൊക്കെ പറയും. സ്വാഭാവികമായും സുന്നി പ്രസംഗം നിർബന്ധിതനാണ് അപ്പറഞ്ഞതിന് മറുപടി പറയാൻ. അപ്പൊ അങ്ങോട്ടും മറുപടി പറയും. നേരത്തെ പറഞ്ഞതോ ഇവിടെ കിടക്കുകയാണ്. അങ്ങനെ അതിന് മറുപടി പറയുമ്പോൾ 3ാമത്തെ ദിവസം മൗലവി വന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ പറയും. സുന്നി പ്രഭാഷകൻ നിർബന്ധിതനാണ്, അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണമല്ലോ, അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ലേ. 2 ദിവസത്തെ വിഷയം ഇവിടെ കിടക്കുകയാണ്, 3ാമത്തെ ദിവസം അങ്ങോട്ട് കിടക്കും. ഇതല്ലേ ചാലിയത്ത് നടന്ന ഖണ്ഡന പ്രസംഗത്തിന്റെ സ്ഥിതി? എല്ലാ സ്ഥലത്തും അതാണ് സ്ഥിതി. സുന്നി പണ്ഡിതന്മാർ, സുന്നി പ്രബോധകന്മാർ, പ്രസംഗകന്മാർ അവതരിപ്പിക്കുന്ന വിഷയം, ആ വിഷയത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ മറ്റേതെങ്കിലും വിഷയങ്ങൾ പറയും. അതിന് സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കേണ്ടി വരും. പിന്നെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയും. ഒരു കാര്യം ഞാനിവിടെ ആമുഖമായി പറയുന്നു, ഞാനിന്ന് വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം. അതെന്താ? ഇതൊരു പരസ്യമായ വേദി, ചാലിയത്തങ്ങാടിയിൽ അല്ലേ? ഈ പരസ്യമായ വേദിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ മറുപക്ഷത്തുള്ള വലിയ മൗലവിമാരുടെ വീട്ടിൽ വരെ ചെന്ന് ക്ഷണിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. വീട്ടിൽ വരെ വന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടേത് പരസ്യമായ വേദിയാണ്, സുതാര്യമായ വേദിയാണ്, തുറന്ന വേദിയാണ്. നിങ്ങൾക്ക് ആദർശപരമായി തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, എത്രയും ചോദിക്കാം, തീരുന്നത് വരെ ചോദിക്കാം. ഇതല്ലേ നമ്മുടെ മുഖാമുഖത്തിന്റെ ശൈലി? മുഖാമുഖം ഇന്ന് ആരംഭിച്ചതല്ലല്ലോ, വർഷങ്ങളായി. 100 കണക്കിന് വേദികൾ ഞാനും എന്റെ സുഹൃത്തും മുഖാമുഖങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തുറന്ന വേദികളാണ് നമ്മൾ ഒരുക്കിയത്, തുറന്ന വേദികൾ. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെ തുറന്ന വേദി ഒരുക്കി ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് ആ ശ്രോതാവിന് തങ്ങളുടെ ആദർശങ്ങളിലുള്ള, വിശ്വാസങ്ങളിലുള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള പരസ്യമായ വേദി ഏത് മതപ്രബോധക സംഘത്തിനാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുക? ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? SYS-നല്ലാതെ, SSF-നല്ലാതെ, ഈ 2 സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കല്ലാതെ കേരളത്തിൽ ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും പേരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് പരസ്യമായ ഒരു വേദി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഇതാ ചോദിച്ചോളൂ, മൈക്ക് ഞങ്ങളുടെ ചെലവിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ, എന്തും ചോദിക്കാം,
എന്ന് പറഞ്ഞുകൊണ്ടൊരു തുറന്ന വേദി SYSകാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ, SSFകാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ കേരളത്തിലെ ഏത് മതബോധക സംഘത്തിന് സാധിക്കും. മുജാഹിദാകാം, ജമാഅത്തെ ഇസ്ലാമിയാകാം, തബ്ലീഗാകാം, ഖാദിയാനിയാകാം, ഏതുമാകാം. ആർക്ക് സാധിക്കും? ഈ ഒരൊറ്റ വെല്ലുവിളിയിൽ നിന്ന് സുഹൃത്തുക്കളെ സത്യം എവിടെ എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ആർക്കാണ് പ്രയാസം? ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതെന്താണ്? പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ, പ്രമാണബദ്ധമാണോ എങ്കിൽ അവർക്ക് ചോദ്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടച്ചുപൂട്ടിയ പുസ്തകമല്ല, ഇതൊരു തുറന്ന പുസ്തകമാണ്. തുറന്ന പുസ്തകമാണ്. ഈ പുസ്തകം ആർക്കും മറിച്ചു നോക്കാം. ആ പുസ്തകത്തിൽ ഉള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുവാനും വിശദീകരിച്ചു തരുവാനും അതിന്റെ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ രംഗം വിടേണ്ടി വരും. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പ്രബോധനം ചെയ്യുന്ന ആദർശം, പ്രബോധനം ചെയ്യുന്ന വിശ്വാസം, പ്രബോധനം ചെയ്യുന്ന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികളെ സംബന്ധിച്ച് ഏത് സംശയങ്ങൾ പ്രബോധിത ജനതക്കുണ്ടെങ്കിലും ആ പ്രബോധിത ജനതയുടെ സംശയങ്ങളും അവരുടെ ആശങ്കകളും അവരുടെ ഭയപ്പാടുകളും അത് തികച്ചും പ്രമാണബദ്ധമായി രേഖകളുടെ പിൻബലത്തോടെ സഹോദരങ്ങളെ നിവാരണം കണ്ടെത്തിക്കൊടുക്കേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ബാധ്യതയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന പന്തലിൽ വെച്ച് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വെച്ച് മാത്രമല്ല, ഒരു കാലത്ത് നിയമതടസ്സങ്ങളില്ലായിരുന്നു, ഇപ്പൊ നിയമതടസ്സങ്ങൾ വരാൻ തുടങ്ങി. കാരണം പിൻവാതിലിലൂടെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഞങ്ങൾക്ക് പലപ്പോഴും വളരെ ആവേശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് മുഖാമുഖം നടക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, 10 മണിവരെ 9:30 മണിവരെയായിരുന്നു അനുവദിച്ച സമയം. 9:30 മണിവരെ വിഷയാവതരണം മഗ്‌രിബിന് മുമ്പ് കഴിഞ്ഞ് പിന്നീട് മഗ്‌രിബിന് ശേഷം ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴും 9:30 വരെ മാത്രമേ സമയമുള്ളൂ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേജിന്റെ പിൻഭാഗത്ത് കാവലിരിക്കുകയാണ്. 9:30 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 കഴിഞ്ഞു. 11:30 മണിക്കാണ് SI വന്നുകൊണ്ട് ഇപ്പൊ ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞത്. SI അദ്ദേഹം മുഖാമുഖം കേൾക്കുകയായിരുന്നു. 9:30 മണിവരെ അനുവദിച്ച സമയം 11:30 വരെ നീട്ടിത്തന്നു. ഇന്ന് ചരടുവലികൾ തുടങ്ങി. കാരണം SYSന്റെ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. SSFും SYSും നടത്തുന്ന മുഖാമുഖ പരിപാടികളെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവർ മറ്റ് ചില രഹസ്യ വഴികളിലൂടെ സ്വാധീനം ചെലുത്തി കൃത്യം 10 മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു മതപ്രബോധനങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ വയസ്സായ കാരണവന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നമ്മുടെ പാതിരാവാഴുകൾ എന്നായിരുന്നു സുഹൃത്തുക്കളെ അവസാനിച്ചിരുന്നത്? നമ്മൾ റമദാനിൽ സംഘടിപ്പിക്കുന്ന വാഴ് പരിപാടികൾ എന്നായിരുന്നു ഏത് സമയത്തായിരുന്നു അവസാനിച്ചിരുന്നത്? 12ഉം 1 മണിയും നമ്മുടെ ലേലം വിളിയൊക്കെ കഴിയുമ്പോഴേക്ക് ഏതാണ്ട് അത്താഴത്തിന്റെ സമയമാവൂലേ? അങ്ങനെയല്ലായിരുന്നു നമ്മുടെ പ്രബോധന പരിപാടികൾ? അതല്ലേ കേരളത്തിന്റെ അന്തരീക്ഷം, അതല്ലേ കേരളത്തിന്റെ മഹിമ? പക്ഷെ ഇപ്പൊ നമുക്ക് കർക്കശമായ നിർദ്ദേശങ്ങൾ വരികയാണ്. 10 മണിക്കപ്പുറം പരിപാടി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. 10 മണിക്കപ്പുറം കുറച്ചുകൂടി നടത്തിക്കോട്ടെ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ തന്നെ അപ്പുറത്ത് ആളുകൾ നിൽക്കുകയാണ്. 10 മണിയായി മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് പ്രബോധനത്തെ ഭയപ്പെടുന്നത്? പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? തീർച്ചയായും ഞാൻ പറയുന്നു, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് ആദർശത്തിന്റെ പിൻബലമില്ല.